പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ധന്യനാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. രാത്രി പിന്നെയും കർത്താവിന്റെ വചനവുമായി മുമ്പിലായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസനെ കുടുംബമായി ഓർത്ത് വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ കടന്നു വന്ന എല്ലാ ബഹുമാന്യരായ ദേവദാസന്മാർ, കുടുംബങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എൻ്റെ നിസ്തുല സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം അത്ഭുതകരമായി പരിപാലിച്ചല്ലോ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. പിന്നെയും തുർമാനമായി നമുക്ക് വിശുദ്ധ വചനം ചിന്തിപ്പാനും പഠിപ്പാനും കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മള് അപ്പോസ്തലനായ പൗലോസിന്റെ മൂന്നാമത്തെ മിഷണറി യാത്രയുടെ അവസാനമാണ് നമ്മൾ കണ്ടത്. പൗലോസ് യെരുശലേമിൽ മൂപ്പന്മാരുടെ അടുത്ത് എത്തിച്ചേരുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. തുടർന്ന് മൂന്നാം മിഷണറി യാത്രയ്ക്ക് ശേഷം പൗലോസിന്റെ ജീവിതം എപ്രകാരമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ തുടർന്ന് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 28 വരെയുള്ള 17 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് അപ്പോസ്തലനായ പൗലോസിന്റെ മിഷണറി യാത്രയ്ക്ക് ശേഷം, മൂന്നാം മിഷണറി യാത്രയ്ക്ക് ശേഷം ഉള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഔട്ട്ലൈനാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം AD 58 യെരുശലേമിൽ എത്തിച്ചേരുന്നു. അറൈവൽ ഇൻ ജെറുസലേം. അതിനുശേഷം അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതാണ് നമ്മൾ 21 അധ്യായം 16 മുതൽ അപ്പോസ്തലർ 23 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. തുടർന്ന് അപ്പോസ്തലർ 24 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹം കൈസരിയിൽ ജയിലിൽ ആക്കപ്പെടുന്നതായി, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതായിട്ടുള്ള, വിചാരണ നേരിടുന്നതായിട്ടുള്ള അതൊക്കെയാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം 2 വർഷം കൈസരിയിലായിരുന്നു, AD 60 വരെ. അതിനുശേഷം 27-28 അധ്യായങ്ങളിലാണ് അദ്ദേഹം റോമിലേക്ക് അദ്ദേഹത്തിന് തടവുകാരനായി കൊണ്ടുപോകുന്നു. അവിടെ വീട്ടുതടങ്കലിൽ 2 വർഷം പാർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വീട്ടുതടങ്കലിൽ ആ സമയത്താണ് AD 60, 61, 62 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം കാരാഗൃഹ ലേഖനങ്ങൾ എഴുതുന്നത്. എഫേസ്യൻ, ഫിലിപ്പിയർ, കൊലോഷ്യൻ, ഫിലമോൻ, ഈ 4 ലേഖനങ്ങൾ എഴുതുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെയാണ്. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം വീട്ടുതടങ്കൽ ഇരിക്കുന്ന സമയത്താണ് ഈ 4 ലേഖനങ്ങളും എഴുതുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ ഒരു പാർട്ട് 1 ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം മുതൽ 17 മുതൽ അപ്പോസ്തല പ്രവൃത്തി 22 വരെയാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ കർത്താവ് സത്യം പ്രാപിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. യെരുശലേമിൽ പൗലോസ് എത്തിച്ചേരുന്നതാണ് 17 മുതൽ 26 വരെ യെരുശലേമിൽ നടക്കുന്ന പൗലോസ് കാര്യങ്ങളാണ്. അവിടെ മൂപ്പന്മാരുമായിട്ടുള്ള ഒരു വലിയ കൂടിക്കാഴ്ച അവിടെ നമുക്ക് 17-26 വരെയുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് നേരത്തെ വിജാതീയരുടെ നിന്നും അവിടെയും ദൈവസഭകളുടെ നിന്നും ധനമൊക്കെ ശേഖരിച്ച് ഇവിടെ മൂപ്പന്മാരടുത്ത് കൊണ്ടുചെല്ലുകയും അവര് തൻ്റെ മിഷണറി യാത്രയിലെ അനുഭവങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ജാതികളുടെ ഇടയിൽ കർത്താവ് പൗലോസിനെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പൗലോസ് ഒരു വലിയ റിപ്പോർട്ട് കൊടുക്കുകയും അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കരമായ സന്തോഷം ഉണ്ടായി. വളരെ എക്സൈറ്റഡ് ആയിട്ട് അവിടെയുള്ള മൂപ്പന്മാരും അവിടെയുള്ള മറ്റ് ശിഷ്യന്മാരും ഒക്കെ വളരെ സന്തോഷത്തിലായി. എന്നാലേ അന്ന് ആ സമയത്ത് യാക്കോബ്, യേശു ക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനായ യാക്കോബ്, അല്ലെങ്കിൽ ലേഖനം എഴുതിയ യാക്കോബിന്റെ സഹോദരനാണ് യൂദ. രണ്ടുപേരും അർത്ഥ സഹോദരങ്ങളാണ്.
യാക്കോബാണെന്ന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. മറ്റുള്ളവരൊക്കെ മിഷണറി വേലയുമായി ബന്ധപ്പെട്ട് പോയതായിട്ടാണ് ചരിത്രം പറയുന്നത്. യാക്കോബ് മറ്റ് മൂപ്പന്മാരും അവിടെ ഉള്ളവരൊക്കെ പൗലോസിനോട് ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നത്, പൗലോസിനെ പറ്റിയൊരു റൂമർ അവിടെ ഇറങ്ങി. റൂമർ ഇറങ്ങി എന്ന് പറഞ്ഞാൽ യഹൂദ മറ്റ് പുറജാതികളുടെ ഇടയിലുള്ള, അല്ലെങ്കിൽ ഈ മറ്റ് യവന ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ ഒരു ഒരു റൂമറുണ്ട്. ആ റൂമർ യെരുസലേമിൽ എത്തിയതായിട്ടാണ് അവർ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, പൗലോസ് അവരെ പഠിപ്പിച്ചിരുന്നു മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷിക്കുവാനും മക്കളെ പരിച്ഛേദന ചെയ്യരുതെന്ന് സ്ട്രിക്റ്റായിട്ട് പഠിപ്പിച്ചിരുന്നു എന്ന് ഉള്ള ഒരു റൂമർ പൗലോസിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസ് ജാതികളെ ശക്തമായി പഠിപ്പിച്ചു. നമുക്കറിയാം, പരിച്ഛേദന വേണ്ട എന്നും ന്യായപ്രമാണമല്ല, വിശ്വാസത്തിൽ കൂടെയാണ് രക്ഷപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നതെന്നും രക്ഷ പ്രാപിക്കുന്ന പൗലോസ് ശക്തമായി അവരെ പഠിപ്പിച്ചു. എന്നാൽ പൗലോസ് ഒരിക്കൽ യഹൂദന്മാരുടെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുന്നതിന് പൗലോസ് എതിർത്തതായിട്ട് കാണുന്നില്ല. കാരണം നമ്മൾ നേരത്തെ 18-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചല്ലോ, കെങ്കറയിൽ വെച്ച് അദ്ദേഹം തല ക്ഷൗരം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു? അല്ലെങ്കിൽ ന്യായപ്രമാണം, അദ്ദേഹത്തിന് അറിയാം, പൗലോസിനറിയാം, ന്യായപ്രമാണത്താൽ ഒരു രക്ഷയും പ്രാപിക്കാൻ പോകുന്നില്ല, അതിലെ ഒരു കാര്യങ്ങളും ചെയ്താലും അത് പൂർത്തിയാകത്തില്ല. കാര്യം എല്ലാ യാഗങ്ങളും, നമ്മുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ യാഗങ്ങളും, ലേവ്യ പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ യാഗങ്ങളും, എബ്രായ ലേഖന കർത്താവ് പറയുന്നു, തൻ്റെ ഏകയാഗത്താൽ, ഒറ്റ യാഗത്താൽ, ക്രിസ്തുയേശുവിൻ്റെ ഏകയാഗത്താൽ എന്നേക്കുമായി വിശുദ്ധീകരണം വരുത്തിയത് കൊണ്ട് യാഗങ്ങളോ ഇതൊന്നും തന്നെ രക്ഷയിലേക്ക് നയിക്കുന്നതല്ല എന്ന് പൗലോസിന് വ്യക്തമായി അറിയാം. പക്ഷെ എന്തുകൊണ്ട് പൗലോസ്, ഇവിടെ നമ്മൾ താഴ്ത്തു വായിക്കുമ്പോൾ പൗലോസിനോട് അവരൊരു കാര്യം പ്രത്യേകമായി പറയുന്നുണ്ട്. നീ ന്യായപ്രമാണത്തിന്, പൗലോസെ, നിങ്ങൾ ന്യായപ്രമാണത്തിന് എതിരില്ല എന്ന് യഹൂദന്മാരെ ധരിപ്പിക്കണം. അതിനായിട്ട് ഇവിടെ 4 നേർച്ചയുള്ള പുരുഷന്മാരുണ്ട്. നീ അവർക്ക് ചെലവ് ചെയ്ത് അവരുടെ വ്രതം, ക്ഷൗരം, അല്ലെങ്കിൽ ഇവര് നാസീർ വ്രതം അനുഷ്ഠിക്കുന്ന 4 പേര് അവിടെ ഉണ്ട്, യഹൂദ ക്രിസ്ത്യാനികൾ. അവരെ നീ ചെലവ് ചെയ്യുക. അവർക്ക് 7 ദിവസം അത് ചെയ്യുക. 7-ാമത്തെ ദിവസം അത് ശുദ്ധീകരണ സമയമാണ്. അതിൻ്റെ തലമുടിയൊക്കെ മുറിച്ചു കളഞ്ഞ് ആ ശുദ്ധീകരണം ചെയ്യുക. അല്ലെങ്കിൽ അവരൊരു വ്രതം എടുത്തിരിക്കുകയാണ്. അപ്പം ആ വ്രതം നമ്മൾ അന്ന് പറഞ്ഞു, അതൊരു സമർപ്പണത്തിൻ്റെ ഒരു കാര്യമായിട്ടാണ്, ഡെഡിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ വ്രതം ആചരിക്കുന്നത്. അപ്പോൾ പൗലോസിനെ ഇത് പറഞ്ഞപ്പോൾ പൗലോസിന് അത് ബോധിക്കുകയും പൗലോസ് അതിനായിട്ട് അത് ചെയ്യുകയും ചെയ്തതായിട്ടാണ് നമ്മൾ ഈ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതിനോട് ചേർത്ത് നമുക്ക് അവിടെ ഒരു കാര്യം നമ്മുടെ ചിന്തയിൽ വരുന്നത്, പൗലോസ് പുറജാതികളെ ന്യായപ്രമാണത്തിൻ്റെ ആചാരങ്ങൾ ചെയ്യണ്ട എന്നും പഠിപ്പിക്കുകയും അതേസമയം തന്നെ പൗലോസ് ന്യായപ്രമാണം ഫോളോ ചെയ്തതായിട്ട് നമ്മൾ ഈ ഭാഗത്ത് കാണുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം അതിന് സമ്മതിച്ചു. എന്തുകൊണ്ട് പൗലോസ് മൂപ്പന്മാരുമായിട്ട് ഇങ്ങനൊരു കാര്യത്തിൽ സമ്മതിച്ചു എന്ന് അദ്ദേഹം കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാർക്ക് ഞാൻ ഒരു യഹൂദനെ പോലെയായി. ഞാൻ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് വളരെ തർക്ക വിഷയങ്ങൾ ഉള്ള ഭാഗങ്ങളാണ്. നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകാം. അതുകൊണ്ടാണ് ആ ഭാഗം ഒന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പൗലോസിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ജാതികളെ നേടുന്നതോടൊപ്പം തന്നെ യഹൂദനെ നേടണം. യഹൂദ, അവൻ ബലഹീന വിശ്വാസിയാണ്. കാരണം അവൻ ന്യായപ്രമാണം ആചരിച്ചെങ്കിൽ കൂടെ മാത്രമേ രക്ഷയിലെ പൂർത്തീകരണം ആവുകയുള്ളൂ എന്ന് യഹൂദ, അവൻ്റെ പാരമ്പര്യവും അവരുടെ ജനിക്കുന്ന മക്കളെ പരിച്ഛേദന ചെയ്യിക്കുക, അതെല്ലാം അവർ ഫോളോ ചെയ്തു പോയിരുന്നു. മറ്റ് യാഗങ്ങളെല്ലാം, മൃഗബലികൾ, അങ്ങനെയുള്ള യാഗങ്ങളൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ളതായ ചില വ്രതങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അവർ പെരുന്നാളുകളൊക്കെ ആചരിച്ചു പോയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പെന്തക്കോസ് പെരുന്നാളിൻ്റെ സമയത്താണ് പൗലോസ് യെരുശലേമിൽ ചെല്ലുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, പെരുന്നാൾ അടുക്കുന്നതിന് മുമ്പായിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് യെരുശലേമിൽ ചെല്ലണമെന്ന് പൗലോസ് ആഗ്രഹിച്ചുകൊണ്ടാണ് എഫസോസിൽ പോകാതെ മിലാത്തോസിൽ വന്നിട്ട് മൂപ്പന്മാരെ വിളിച്ച് ലാസ്റ്റ് അവരെ അഡ്രസ്സ് ചെയ്ത് ഒരു പ്രസംഗം നടത്തുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് മനസ്സിലാക്കി. ഇവിടെ പൗലോസിനും ഒരിക്കലും യഹൂദന്മാർക്ക് ഞാനൊരു ഇടർച്ചയായി തീരല്. അതുകൊണ്ടാണ് അദ്ദേഹം 4 ചെറുപ്പക്കാരെയും കൂട്ടി വഴിപാടിൻ്റെ അതിൻ്റെ ശുദ്ധീകരണകാല സമയമായപ്പോൾ അവരെ തല ക്ഷൗരം ചെയ്യാനും അതിനുള്ള എല്ലാ ചെലവുകളും പൗലോസ് വഹിക്കാനുള്ള കാരണം, അദ്ദേഹം കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴാണ് പറയുന്നത്, ഞാൻ യഹൂദനെ എങ്ങനെയെങ്കിലും എനിക്ക് നേടണം, അവനെ ഞാൻ ഇടർച്ചയായി തീരുന്നത്, അതുകൊണ്ട് ഞാൻ അവന് വായിച്ചാട്ടെ. യഹൂദനെ പോലെയായി ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിന് കീഴിൽ ഉള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവനല്ല എങ്കിൽ ഞാൻ ന്യായപ്രമാണത്തിനുള്ളവനല്ല എങ്കിലും ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെ ഞാൻ അവർക്ക് അങ്ങനെ ഉള്ളവനെ പോലെയായി. അതാണ് ഈ ക്ഷൗരം ചെയ്യിച്ചതിന്റെ ഭാഗത്ത് പൗലോസിന്റെ ഇന്റൻഷൻ. കൊരിന്ത്യ സഭയ്ക്ക് അത് എഴുതുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത ഭാഗ്യം, ദൈവത്തിന് ന്യായപ്രമാണമില്ലാത്തവനാകാതെ ക്രിസ്തുവിന് ന്യായപ്രമാണം ഉള്ളവനായിരിക്കെ ന്യായപ്രമാണം ഇല്ലാത്തവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് ന്യായപ്രമാണം ഇല്ലാത്തവനെ പോലെയായി ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഒരു ബലഹീന വിശ്വാസികൾക്ക് പൗലോസ് ഒരു ബലഹീനനായി തീരുകയാണ്. ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. അതാണ് പൗലോസ് ഈ ഭാഗത്തിൽ കൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് വേറെ ഒരു ഇന്റർപ്രിട്ടേഷന്റെ ആവശ്യമില്ല. ഇവിടെ വചനത്തിൽ തന്നെ പൗലോസ് അത് വ്യക്തമായി തെളിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ അദ്ദേഹത്തിന് ഒരാഗ്രഹമുണ്ട്, എന്നെ ഈ റൂമർ, ഇപ്പം മൂപ്പൻ പറഞ്ഞ് നിന്നെ പറ്റിയുള്ള ഈ റൂമറുകൾ ഒഴിവാക്കണമെങ്കിൽ നീ ചെയ്തേ മതി. അദ്ദേഹത്തിന് അത് ബോധിച്ചു. കാരണം ഞാൻ ഇതൊന്നും എതിരില്ല എന്നും എങ്ങനെയും യഹൂദ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൗലോസിന് ഒരു ആക്സസ് ഉണ്ടാകുകയും യഹൂദന്മാരെ നേടുകയും ചെയ്യുന്നുള്ള പൗലോസിന്റെ ഒരു ഇന്റൻഷൻ ആയിരുന്നുകൊണ്ട് പൗലോസ് അതിന് സമ്മതിച്ചു. അത് ചെയ്യുവാൻ ഇടയായി തീർന്നു. മാത്രമല്ല പുറജാതികളോട്, വിജാതീയരോട് അവിടെ പറയുന്നു, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിത്ത് ചത്തത്, പരസംഗം എന്നിവ മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധിച്ച് നേരത്തെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ പുറജാതിക്കാർക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാധകമല്ല. ന്യായപ്രമാണമൊന്നും അവർ ഫോളോ ചെയ്യണ്ട. നമ്മൾ 15-ാം അധ്യായത്തിൽ അത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ നമ്മളത് പഠിച്ചു. ഈ ഒരു സംഭവം ആണ് ഇവിടെ 26 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അടുത്തത് നമ്മൾ കാണുന്ന യഹൂദന്മാർ പൗലോസിനെ പിടിക്കുന്നതാണ് 21-ാം അധ്യായം. ഈ അധ്യായത്തിലെ 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക. യഹൂദന്മാർ പൗലോസിനെ പിടിക്കുകയും പൗലോസ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുകയാണ്. ഞാൻ ഇവിടെ കുറച്ച് ഒരു ഇല്ലസ്ട്രേഷന് വേണ്ടി ഇവിടെ ചില പിക്ചറുകൾ കൊടുത്തിരിക്കും, നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി. ഇവിടെ യഹൂദന്മാരാൽ പിടിക്കപ്പെടുകയാണ്. കാരണം അവിടെ ഈ പെരുന്നാൾ സമയം ആയതുകൊണ്ട് മറ്റ് ഏഷ്യ മൈനറിലുള്ള യഹൂദന്മാരെല്ലാം തന്നെ ഇവിടെ പെരുന്നാളിന് ഇവിടെ വന്നിട്ടുണ്ട്. ഈ സമയത്താണ് പൗലോസിനെ ഇവിടെ വെച്ച് അവർ കാണുന്നത്. ഓൾറെഡി അവർക്ക് ഏഷ്യയിൽ വെച്ച് തന്നെ, ഏഷ്യ മൈനറിൽ പല ഭാഗങ്ങളിലും വെച്ച് പൗലോസിനെ അവർ കയ്യേറ്റം ചെയ്യുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എഫെസോസിലൊക്കെ വെച്ച് ശക്തമായിട്ട് അവർ ഉപദ്രവിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അവിടെ നിന്നും ഈ യെരുശലേമിൽ അവരുടെ കൊരിന്ത്യയിൽ നിന്നും ഒക്കെ യൂറോപ്പിൽ നിന്നും ഏഷ്യാമയിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട് വന്ന പൗലോസ് ഇവർക്ക് ഈ പെരുന്നാൾ സമയത്ത് പൗലോസിനെ കാണുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നൊരു വലിയ ഒരു കലകം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ജനത്തെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് പൗലോസിനെ പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് മാത്രം ഇവൻ ന്യായപ്രമാണ വിരോധമായി സംസാരിക്കുന്നവനാണ്. അങ്ങനെ അവർക്ക് ദൈവാലയം ഇവൻ അശുദ്ധമാക്കി. എങ്ങനെയാണ്? അപ്പോൾ ഈ പൗലോസ് ഇതിൻ്റെ കൂടെ എഫെസോസുകാരനായ ത്രോഫിമോസ് എന്ന് പറയുന്ന മിഷണറി സംഘത്തിലെ മിഷണറി സംഘത്തിൽ ഉണ്ടായ ത്രോഫിമോസ്,
അദ്ദേഹത്തിനെ, ഈ പുറജാതിക്കാരനാണ്, അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ യഹൂദന്മാർക്ക് ഭയങ്കരമായ അമർഷം ഉണ്ടായി. അതുകൂടെ കണ്ടപ്പോൾ അവർ വിചാരിച്ചത് പൗലോസ് ഈ ഇവരെയും കൊണ്ടുവന്ന് ഈ ദൈവാലയത്തിനകത്ത് പ്രവേശിപ്പിച്ച് ഒരു പിന്നെ ആ, ദൈവാലയം അശുദ്ധമാക്കി എന്നുള്ള ഒരു വലിയ തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അതാണ് ഇവരെ ഒത്തിരി ആ, പ്രകോപിപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മളത് വായിക്കുന്നത്, അവിടെ ജനമെല്ലാം ഇളകി പൗലോസിനെ പിടിച്ച് ദൈവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി വാതിലുകൾ അടച്ചു കളഞ്ഞു. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, പുറജാതിക്കാർക്ക് ഒരിക്കലും അവിടെ ഈ ദൈവാലയത്തിനകത്ത് പ്രവേശിക്കാൻ പറ്റത്തില്ല. അവിടെ കോർട്ട് ഓഫ് ദ ജെന്റൈൽസ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. വിജാതിയർക്ക് ആ ബാരിക്കേഡ്, ദേവാലയത്തിന് ഒരു ബാരിക്കേഡിന്റെ പുറത്തേ നിൽക്കാൻ പറ്റത്തുള്ളൂ. അകത്ത് കയറി കഴിഞ്ഞാൽ അവരെ കൊന്നുകളയണമെന്നുള്ളതാണ് അവിടുത്തെ നിയമം. അപ്പോൾ ഒരിക്കലും പുറജാതിക്കാർക്ക് ദൈവാലയത്തിൽ പ്രവേശിക്കുവാനായിട്ട്, യെരുശലേം ദൈവാലയം പ്രവേശിക്കുവാൻ അന്നത്തെ കാലത്ത് ഒരു നിയമവും അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള ആരെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ റോമൻ ഭരണാധികാരികൾ അവരെ കൊല്ലാനുള്ള പരിപാടി ചെയ്യും. അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പൊ ഇവരുടെ വിചാരം, ഈ ത്രോഫിമോസിനെ കൊണ്ട് പൗലോസ് ദൈവാലയം അശുദ്ധമാക്കി എന്നുള്ള ഒരു ധാരണ ഇവരുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് ഈ പൗലോസിനെ പിടിച്ചു കൊണ്ടുപോയി അടിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവനെ അവിടെ വെച്ച് തന്നെ പൗലോസിനെ കൊല്ലുവാനായിട്ട് പദ്ധതിയിടുകയാണ്. ഒരു കാര്യം, നമ്മൾ പൗലോസിന്റെ മിഷൻ അവസാനിച്ചിട്ടില്ല. കർത്താവിന്റെ പദ്ധതിക്കായിട്ട് പൗലോസ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നേരത്തെ തന്നെ പൗലോസിനോട് പറഞ്ഞു, യെരുശലേമിൽ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറഞ്ഞു. പക്ഷെ ഒരിക്കലും പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടില്ല നീ അവിടെ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധാത്മാവ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പൗലോസിനെ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ഞാൻ വിചാരിക്കുന്ന പൗലോസിനെ പരിശുദ്ധാത്മാവ് വിലക്കിയെങ്കിൽ ഒരു പക്ഷേ പൗലോസ് പോകത്തില്ല. അവിടെ നമ്മളൊക്കെ അറിയാമല്ലോ, ആസിയയിലും ബിഥുന്യയിലും ഒക്കെ പോകരുതെന്ന് പറഞ്ഞ് വന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ അദ്ദേഹം പോയില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരിക്കലും പൗലോസിനെ യെരുശലേമിൽ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നിനക്ക് സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. പക്ഷെ പൗലോസിന് മരണഭയം ഇല്ലാത്തത് കൊണ്ടും തൻ്റെ പ്രാണനെ വിലയേറിയ എണ്ണാത്തതും എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് യെരുശലേമിലേക്ക് വന്നത്. ഇവിടെ വെച്ച് ഒരു പക്ഷേ പൗലോസിന്റെ ജീവൻ വളരെ അപകടത്തിലാണ് എന്ന് കണ്ടപ്പോൾ ദൈവം ചില ഭരണാധികാരികളെ ഓടെ ഇടപെടുകയും തക്ക സമയത്ത് ഈ റോമൻ പട്ടാളത്തിൻ്റെ കമാൻഡറും അവരുടെ സൈന്യാധിപന്മാരെല്ലാം ശതാധിപന്മാരെയും കൂട്ടി ഈ വാർത്ത ഓൾറെഡി ഈ റോമിലെ കോട്ടയിൽ എത്തുകയാണ്. അന്റോണിയ ഫോർട്രസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അവിടെ എത്തിയ ശേഷം നമ്മൾ അതിൻ്റെ 36 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ റോമൻ പട്ടാളക്കാർ പൗലോസിനെ രക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിരിക്കുന്നത്, യെരുശലേം ദേവാലയവും ഈ കോട്ടയും തമ്മിൽ ഏകദേശം ഒരു ഒരു സ്റ്റെപ്പ്, ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സംഭവങ്ങളും ബഹളങ്ങളും ഒക്കെ പെട്ടെന്ന് ഈ കോട്ടയിൽ അറിയുവാനായിട്ട് കഴിയും. ഏകദേശം 600 അടി എന്ന് പറയുമ്പം ഒരു 10-20 മീറ്റർ, അല്ലെ 10-20 മീറ്റർ സംതിങ്, അത്രേ അങ്ങനെയുള്ളൊരു പാലമാണ് ഇതിനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ യെരുശലേം ദേവാലയം ഈ കോട്ടയുമായി കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ വാർത്ത അവിടെ എത്തിയപ്പോൾ ഈ സഹസ്രാധിപൻ അല്ലെങ്കിൽ റോമൻ കോഹട്ടിലെ കമാൻഡർ മറ്റുള്ളവരെ എല്ലാം കൂട്ടി പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരുകയാണ്. എന്തോ സംഭവം എന്നൊന്നും ഇവർക്ക് അറിയത്തില്ല. അവർ അവനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവർ വന്നു പൗലോസിനെ പിടിച്ചു. ഇപ്പൊ പൗലോസിനെ അപ്പൊ ഇവിടുത്തെ ഈ ഭരണാധികാരികൾ വന്നപ്പോൾ അവരടിക്കുന്നത് നിർത്തി. അപ്പൊ ഇദ്ദേഹത്തിന്റെ വസ്ത്രധാരണവും അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്നായിരിക്കും ഇവരൊരു പക്ഷെ സംശയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അതിൻ്റെ 36 പുരുഷാർ ചിലർ അങ്ങനെയും ഇങ്ങനെയും നിലവിളിച്ചുകൊണ്ട് ആരവാരം ഏതുവായി നിശ്ചയമൊന്നും അവരോട് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് കൽപ്പിച്ചു. അവിടെ
ഈ നേരത്തെ ആ പ്രവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ പൗലോസിനെ ഇങ്ങനെ അഗബാസ് എന്ന് പറയുന്ന പ്രവാചകൻ വന്ന് പറയുന്നുണ്ട്, ഈ കൈ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അരക്കച്ച കെട്ടിയിട്ട് നിന്നെ ഇങ്ങനെ ബന്ധിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൗലോസിനെ രണ്ട് ചങ്ങലയാൽ ബന്ധിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം ഈ വന്ന സഹസ്രാധിപന് ഈ പൗലോസിനെ കുറിച്ച് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു ധാരണ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു തീവ്രവാദിയായിരിക്കും. അതിന് തൊട്ട് താഴോട്ടുള്ള ഇതിനകത്ത് പറയുന്നുണ്ട്, അവിടെ ഒരു മിസ്രൈമ്യൻ പണ്ട് ഈജിപ്തിൽ വന്ന മിസ്രൈമ്യൻ അവിടെ ഈ റോമൻ ഭരണാധികൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കി. ആ സമയത്ത് ഒരു വലിയ കലഹം ഉണ്ടാക്കിയ ഒരു മിസ്രൈമ്യൻ 4000 കൊലയാളികളുമായിട്ട് അദ്ദേഹം ഒരു വലിയ ഇവർക്കെതിരായിട്ടൊരു പടനീക്കം നടത്തി. പക്ഷെ അത് വിജയിച്ചില്ല. അദ്ദേഹം അവരെ ഇട്ടേച്ച് ഈ മിസ്രൈമ്യൻ മുങ്ങി, അവിടുന്ന് മുങ്ങിപ്പോയി. അപ്പൊ ഈ അദ്ദേഹമാണോ എന്നാണ് ഇവിടെ ഈ സഹസ്രാധിപൻ ഇവിടെ സംശയിക്കുന്നത്. അവിടെ അതിനകത്ത് 37 വാക്യം ഒന്ന് വായിച്ചാട്ടാ എന്റെ. കോട്ടയിൽ കടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട്, എനിക്ക് നിന്നോടൊരു വാക്ക് പറയാമോ എന്ന് ചോദിച്ചു. അതിന് അവൻ, നിനക്ക് യവന ഭാഷ അറിയാമോ? കുറെ നാൾ മുമ്പേ കലഹമുണ്ടാക്കി 4000 കട്ടാരക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിസ്രയീമ്യൻ നീ അല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ്, ഞാൻ കിലിക്കിയയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരനായ ഒരു യഹൂദനാകുന്നു, ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണം എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഈ സഹസ്രാധിപൻ ചങ്ങലെ കൊണ്ട് ബന്ധിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു തീവ്രവാദിയാണ്, മിസ്രൈമിനാണെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ഈ സഹസ്രാധിപൻ ഈ ചങ്ങല കൊണ്ട് ബന്ധിച്ചത്. അദ്ദേഹം അതല്ല എന്ന് ഇവിടെ തെളിയിക്കുകയും പ്രത്യേകിച്ച് അദ്ദേഹം താൻ എവിടെയാണ് ജനിച്ചതെന്നും വളർന്നതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു. കിലിക്കിയ തർസോസ് എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയുടെ മോഡേൺ തുർക്കിയുടെ ഭാഗമാണ് തർസോസ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു തുർക്കിയിൽ അല്ലെങ്കിൽ ഡയസ്പോറ ജൂ ആണ് ഈ പൗലോസ്. അവിടെ യെരുസലേമിൽ അദ്ദേഹം പഠിച്ചു. അത് 22 അധ്യായത്തിൽ പറയുന്നുണ്ട്. തർസോസിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ തുർക്കിയിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് ഈ സഹസ്രാവിനോട് അദ്ദേഹം അതിൻ്റെ പടിക്കെട്ടിൽ നിന്നുകൊണ്ട് ഈ ജനത്തോട് സംസാരിക്കുവാനുള്ള ഒരു പെർമിഷൻ ഇവിടെ മേടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാണ് നമ്മൾ 22 അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത്. 22 അധ്യായത്തിൽ പൗലോസിന്റെ ജനത്തിന് മുമ്പിലുള്ള ഒരു ഡിഫൻസ് അല്ലെങ്കിൽ സെർമൺ എങ്ങനെ വേണമെങ്കിലും പറയാം. അദ്ദേഹം എങ്ങനെയാണ് താൻ ഈ യഹൂദ ഒരു ക്രിസ്ത്യാനിയായി മാറിയത് എങ്ങനെയാണെന്ന് തൻ്റെ അനുഭവം നേരിട്ട് വിവരിക്കുന്നതാണ് 22 അധ്യായം. അതിൻ്റെ 20, 21 വരെയുള്ള 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 22 മുതൽ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ തൻ്റെ സാക്ഷ്യം പറയുകയാണ്. നമ്മൾ 9 അധ്യായത്തിൽ ലൂക്കോസ് അത് എഴുതുകയാണ്, ഇങ്ങനെയാണ് പൗലോസ് സംഭവിച്ചത്. ഇവിടെ പൗലോസ് നേരിട്ട് തൻ്റെ അനുഭവം പറയുകയാണ്. അപ്പോൾ നേരിട്ട് പറയുന്നതും മറ്റൊരാൾ എഴുതുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഭാഗത്താണ് പൗലോസ് കുറച്ചുകൂടെ വ്യക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പൗലോസിനെ ഭയങ്കരമായ ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്ന ജനത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അദ്ദേഹം വളരെ അടികൊണ്ട് അവശനായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇത്രയും ധൈര്യം എങ്ങനെ പൗലോസിന് ലഭിച്ചു? അടികൊണ്ട് തളർന്നു പോയ പൗലോസിനെ ദൈവം പിന്നെയും എഴുന്നേൽപ്പിച്ച് നിർത്തുക, ദൈവം ബലപ്പെടുത്തുക. അതാണ് ദൈവികമായ ശക്തി, അഭിഷേകം എന്ന് പറയുന്നു. ഇത്രയും അവശനായി അടിയും ഇടിയും യഹൂദന്മാരുടെ കൈകളാൽ നിരന്തരമായി വാക്കുകൊണ്ടായാലും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട് തളർന്ന ഒരു അപ്പോസ്തോലൻ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് 22 അധ്യായം നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവർ, ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തിന്റെ ശക്തിയെക്കുറിച്ചാണ്. ഇതാണ് യഥാർത്ഥമായ ഒരു അഭിഷേകം എന്ന് പറയും. ഇത്രയും അഭിഷേകമുള്ള
ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് കഴിയത്തൂ. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും, ഏത് പ്രതിസന്ധികളെയും, ഏതിനെയും അതിജീവിക്കുവാൻ ആവശ്യമേറിയ ദൈവകൃപയാണ് എന്ന് നമ്മൾ പൗലോസിൽ കൂടെ നമ്മൾ കാണുന്നത്. ആ അഭിഷേകത്തിനോ ആ ശക്തിക്കോ യാതൊരു കുറവും ഈ കാലഘട്ടത്തിൽ വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ ദൈവം നമ്മെയും എഴുന്നേൽപ്പിക്കുവാനിടയായിത്തീരും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ സാക്ഷിയായി നിൽക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. 22-ാം അധ്യായത്തിൽ പൗലോസ് എബ്രായ ഭാഷ, ഗ്രീക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. എബ്രായ ഭാഷ ഇവിടെ യഹൂദന്മാരെ, അപ്പൊ അവിടെയും പൗലോസിന്റെ ഇന്റൻഷൻ, ഇത്ര യഹൂദന്മാരെ എൻ്റെ കൈക്ക് കിട്ടിയിരിക്കുന്നു, എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ പറയുമ്പോൾ ഇതിൽ നിന്ന് കുറേയധികം ആൾക്കാർ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കും. അതാണ് പൗലോസിന്റെ ഉള്ളിലെ ആഗ്രഹം. ആ ആഗ്രഹത്തിൽ നിന്നുകൊണ്ട് ശക്തമായി പൗലോസ് എബ്രായ ഭാഷയിൽ സംസാരിച്ചപ്പോഴാണ് ഇവര് ഒന്ന് അടങ്ങിയത്. അവർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഇദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായി. പൗലോസിന്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നു. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം. അദ്ദേഹം തർസോസിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ തുർക്കിയുടെ ഭാഗത്ത് ജനിച്ചതാണെന്നും ഈ യെരുശലേമിൽ വന്ന് ഗമാലിയേൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ മതപണ്ഡിതന്റെ കാൽക്കീഴിലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ വളരെ സൂക്ഷ്മതയോടെ പഠിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് അവരെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്. പൗലോസ് പറയുന്ന മറ്റൊരു കാര്യം, ഞാനും നിങ്ങളെപ്പോലെ വളരെ ദൈവസേവയിൽ എരിവുള്ളവനായി. ഇങ്ങനെ ക്രിസ്ത്യാനികളായ ആൾക്കാരെ മുഴുവനായിട്ട് ഞാനും പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പലരെയും കൊല്ലുവാനായിട്ട് ഞാനും നിന്നിട്ടുണ്ട്. പലരെയും കൊല്ലുവാൻ എനിക്ക് സമ്മതമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ആ ചരിത്രം നമുക്ക് 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ഇവിടെ ഒന്നുകൂടെ പൗലോസ് നിന്ന് തന്നെ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും കയ്യിൽ നിന്നൊക്കെ ഞാൻ അതിനെ പൗലോസ് ഇത് പറയാൻ കാരണം, ഇത് എടുത്തു പറയാൻ കാരണം, ഒരുപക്ഷെ അതിന് സാക്ഷികൾ നിങ്ങൾ ഇവിടുത്തെ മഹാപുരോഹിതന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിത് ചെയ്തിട്ടുള്ള വ്യക്തിയാണോ ഇല്ലയോ. അപ്പൊ ഏഷ്യയിൽ നിന്ന് യഹൂദന്മാർക്ക് ഇത് അറിയത്തില്ല. അവരെയും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്നുള്ള ഒരാഗ്രഹം കൂടെ പൗലോസിന് ഉണ്ടായിരുന്നേക്കാം. അതുകൊണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്നും എഴുത്തു വാങ്ങി ദമസ്കോസിലുള്ള ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് പോകുന്ന വഴിയിലുള്ള ആ ദർശനത്തെക്കുറിച്ച്, അത് ഞാനിവിടെ അതിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പോകുന്ന വഴിയിൽ ആ ഉച്ച സമയത്ത് ഒരു വലിയ ദർശനം ഉണ്ടാകുകയും അവിടെ പറയുന്നു, അതിന്റെ 7-ാമത്തെ വാക്യം 22-7 ഞാൻ നിലത്ത് വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്തെന്ന്. അതിന് 6-ാമത്തെ വാക്യം തൊട്ട് ദമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി. ഞാൻ നിലത്ത് വീണു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് എന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കർത്താവൻദാസൻ ചിമ്പാസ്റ്റർ നമ്മൾ 9-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെയും പോകുന്നില്ല. 8-ാമത്തെ വാക്യം, കർത്താവേ നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന നസറനായ യേശു ആകുന്നു ഞാൻ എന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവന്റെ ശബ്ദം കേട്ടില്ല. കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു. 9-ാം അധ്യായത്തിന്റെ തുടർച്ചയായിട്ട് പൗലോസ് പറയുന്ന ഭാഗങ്ങളാണ്. ഞാനത് ഇവിടെ വിവരിക്കുന്നില്ല. 11-ാമത്തെ, വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ണു കാണായികയാൽ കൂടെയുള്ളവർ എന്നെ കൈക്ക് പിടിച്ചു നടത്തി. അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി. അവിടെ പാർക്കുന്ന അദ്ദേഹത്തിന് ലിറ്ററലി അദ്ദേഹത്തിന്റെ കുറച്ച് സമയത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ദമസ്കോസിൽ ചെന്നപ്പോൾ അവിടെ യഹൂദ ന്യായപ്രമാണം ആചരിക്കുന്ന വളരെ ഭക്തനായ അനന്യാസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനെ കർത്താവോട് പരിചയപ്പെടുന്നു. ആ പൗലോസിനെ തുടർന്നുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയാണ് അനന്യാസ്. നമ്മൾ 9-ാം അധ്യായത്തിൽ കാണുന്ന അനന്യാസ് പിന്നീട് നമ്മൾ 22-ൽ കാണുന്നു.
മറ്റു ഭാഗങ്ങൾ പൗലോസിന്റെ സാക്ഷ്യത്തിൽ മാത്രമേ അനന്യാസിനെ കാണുന്നുള്ളൂ. പിന്നെ അനന്യാസിന്റെ ശുശ്രൂഷകളെ കുറിച്ചൊന്നും ഇവിടെ ലൂക്കോസ് ഈ ഭാഗങ്ങളൊന്നും വിവരിക്കുന്നില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം, അനന്യാസ് എന്ന് പറയുന്നത് പൗലോസിനെ സ്നാനപ്പെടുത്തുവാനും ദൈവിക പദ്ധതികളെ പറ്റി അറിയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു വലിയ മിനിസ്ട്രി ചെയ്യുവാൻ, വലിയൊരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യുവാൻ വേണ്ടി ദൈവം ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അനന്യാസ്. അന്യാസിനെ കുറിച്ച് നല്ല ടെസ്റ്റ് മണി ഉള്ളതാണ്. പലപ്പോഴും പുറമെ ആ ഒരു ഭാഗം ലൂക്കോസ് എഴുതിയിരിക്കുന്നു. അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി. അതുകൊണ്ടാണ് ദൈവം അനന്യാസിനെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. ഈ ഭാഗം നമ്മൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് നല്ല സാക്ഷ്യം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മെ ഉപയോഗിക്കുവാനിടയായിത്തീരും. നമ്മൾ മറ്റുള്ളവർക്ക് നല്ലൊരു ടെസ്റ്റ് മണി കൊടുക്കുന്നവരായിരിക്കും. നമ്മുടെ ചർച്ചുകളിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ തുറകളിലും ഒരു നല്ല സാക്ഷ്യമുള്ളവനായി നാം നിൽക്കുന്നുവെങ്കിൽ, ദൈവഭക്തിയെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മെ തുടർന്ന് അനേകരെ ദൈവകൃപയിലേക്ക് നടത്തുവാൻ നമ്മെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഞാൻ അനന്യാസിന്റെ ഭാഗം ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് ശക്തമായി പഠിച്ച ഒരു കാര്യം അതാണ്. ഒരു സാക്ഷ്യമുള്ളവരായി നമ്മൾ ഈ കാലഘട്ടത്തിൽ നിൽക്കണം. നല്ല സാക്ഷ്യമുള്ളവരായി തീരുക. നമ്മളല്ലാതെ നമ്മുടെ ജീവിതവും നമ്മുടെ ഉപദേശവും എല്ലാം ഒരുപോലെ പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യഹൂദന്മാർ അവൻ നല്ലൊരു സാക്ഷ്യമുള്ളവനായി യഹൂദന്മാരുടെ ഇടയിൽ, അതുകൊണ്ട് ദൈവം അവനെ ഉപയോഗിച്ചു. അടുത്ത 33 വാക്യത്തില് കാഴ്ച പ്രാപിക്ക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചവനെ കണ്ടു. ഇവിടെ പൗലോസിന്റെ ശാരീരികമായിട്ട് അന്ധത വന്നു, അത് സൗഖ്യം പ്രാപിച്ചു. അടുത്ത പൗലോസിന്റെ ആത്മീയമായ അന്ധതയും കൂടെ മാറുകയാണ്. അപ്പൊ യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻകൗണ്ടറിൽ പൗലോസിന് ലഭിച്ചത് ഏറ്റവും ഭയങ്കരമായ അദ്ദേഹത്തിന്റെ അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റി. അകത്ത് കിടന്ന ഇരുട്ടിനെ ദൈവം മാറ്റി തൻ്റെ ആത്മീയ അന്ധതയെ മാറ്റുവാനിടയായി തീർന്നു. ന്യായപ്രമാണത്തിലെ മശിഹായെ കാണുവാൻ പൗലോസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയതാണ് ഒരു സത്യം. ഇവിടെ യഹൂദന്മാർക്ക് യേശുവിനെ മശിഹയാണെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ചിട്ടും അവർക്ക് മശിഹ ഇവിടെ ഭൂമിയിൽ വന്ന 33 വർഷം ജീവിച്ച യേശുവാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയിടത്ത്, ആമേൻ, യേശു ക്രിസ്തുവുമായിട്ടുള്ള എൻകൗണ്ടറിൽ ഈ മശിഹായെ പൂർണ്ണമായി വെളിപ്പെട്ടു. അവൻ്റെ അകത്തെ പൗലോസിന്റെ അകത്തെ ആത്മീയ അന്ധത മാറുന്നതായിട്ട് ഇവിടെ കാണുന്നു. പുറമേ കാഴ്ച പ്രാപിച്ചു, അകത്തും ആ അന്ധത മാറുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അനന്യാസ് പറയുന്ന 3 പ്രധാന കാര്യങ്ങൾ ഇവിടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ പൗലോസിനെ അറിയിക്കുന്നു. അത് നമുക്കൊന്ന് പ്രത്യേകമായിട്ട് വായിക്കാം. 14-ാമത്തെ വാക്യം. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും. ഒന്ന്, പിതാക്കന്മാരുടെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ അറിയണം. ദൈവഹിതം തിരിച്ചറിയുക. ഒന്ന്, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. കാലഘട്ടത്തിലും പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഉദ്ദേശം എന്നെക്കുറിച്ച് ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ പർപ്പസ് എന്താണ്? നമ്മളെ ജോലി ചെയ്ത് നമ്മൾ എല്ലാവരെയും കൂട്ടു തന്നെ, മറ്റുള്ളവരും ദൈവത്തെ അറിയാത്തവരും അവരും അധ്വാനിക്കുന്നു. അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ അധ്വാനിച്ച് ജീവിക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു, പോകുന്നു, ഉറങ്ങുന്നു. മൃഗങ്ങളെപ്പോലെ നമ്മൾ ഇണചേരുന്നു, സന്തതികളെ ജനിപ്പിക്കുന്നു. അതല്ല ദൈവത്തിൻ്റെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി അതിനപ്പുറമായിട്ട് എന്തോ ഉണ്ട് എന്നുള്ളത് പൗലോസിനോട് ഇവിടെ അനന്യാസ് മുഖാന്തരം വെളിപ്പെടുന്നു. ഇത് പൗലോസിനോടുള്ള ഒരു ദൂതാണെങ്കിലും നമ്മളോട്, എന്നോടും നിങ്ങളോടും ഒക്കെ ഉള്ള ഒരു ദൂതാണ്. ഒന്ന്,
ദൈവത്തിന്റെ ഹിതം നമ്മൾ തിരിച്ചറിയുക. 2, നീതിമാനായവനെ നമ്മൾ കാണണം. കർത്താവിനെ നമ്മൾ നമ്മൾ പ്രത്യാശ അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ 17-ാം അധ്യായം മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറഞ്ഞു, എൻ്റെ മഹത്വം കാണുവാൻ അവർ എന്നോടുകൂടെ ഇരിക്കുവാൻ. അതാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം. പിതാവും ദൈവത്തിൻ്റെ ഇഷ്ടം യേശു ക്രിസ്തുവിൻ്റെ കൂടെ ദൈവിക മഹത്വം കാണുവാൻ, ആ മഹത്വത്തിൽ പ്രവേശിപ്പാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെസ്സലോനിക്ക സഭയ്ക്ക് പൗലോസ് ലേഖനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ വിളിയുടെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ കാണണം, നീതിമാനായവനെ കാണണം, കർത്താവിനെ കാണുക. നാം ഈ ഭൂമിയിൽ നിന്നും ഏർപ്പെട്ടു പോയാൽ നമ്മൾ അവനെ കാണും. കർത്താവുമായിട്ട് എൻകൗണ്ടറിനായിട്ട് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോഴും എപ്പോഴും ഒരു എൻകൗണ്ടർ ലഭിക്കാനായിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അടുത്തത്, കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ. നമുക്കിന്ന് രാത്രി നമുക്കൊരു വിശുദ്ധ ഗ്രന്ഥം തന്നിട്ടുണ്ട്. നമ്മളത് വായിക്കുമ്പോൾ ആ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്ഫുൾ ആയിത്തീരും. നമ്മുടെ ആ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിയ ചെയ്യും, അത് നമ്മുടെ അകത്ത് വസിക്കും. അങ്ങനെയാണ് യേശു നമ്മളിവിടെ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് വചനമായി നമ്മുടെ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ വചനം എപ്പോഴും കർത്താവിൻ്റെ അരുളപ്പാടുകൾ നാം കേൾക്കുവാനായിട്ട്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, നാം ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. ദൈവിക മർമ്മങ്ങളെ അറിയിക്കുന്ന കർത്താവിൻ്റെ സ്റ്റുവാർഡ്സ് ആണ്, അല്ലെങ്കിൽ ഗൃഹവിചാരകന്മാരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഒരു തലത്തിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, യഥാർത്ഥ അരുളപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഈ 3 കാര്യങ്ങളൊന്ന് എടുത്തു പറയുന്നുണ്ട്. അതിനെനിക്ക് പ്രത്യേകമായിട്ട് ആ ഭാഗം വായിച്ചപ്പോൾ എനിക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ്, നമ്മെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സമയം പോകുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവൻ്റെ വചനം കേൾക്കാൻ നമ്മളെ നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായി തീരും. ഇത് പൗലോസ് അവിടെ കൂടി ജനത്തോടാ പറയുന്നേ. അപ്പൊ നേരത്തെ അനന്യാസ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്. കാണുകയും കേൾക്കുകയും ചെയ്തതിന് എല്ലാ മനുഷ്യർക്കും നീ ഒരു വലിയ സാക്ഷിയായിത്തീരും. നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് നമ്മൾ എവിടെയും മാറുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവിൻ്റെ നല്ല ഒരു സാക്ഷിയായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് താമസിക്കുന്നതിൻ്റെ സ്നാനപ്പെട്ട് പാവങ്ങളെ കഴുകിക്കളെ. പത്രോസും തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷയിലേക്ക് വന്നപ്പോൾ അവരോടും പറഞ്ഞിങ്ങനെയാണ്, ആകയാൽ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നീ അത് ഇവിടെ വെള്ളത്തിൽ മുങ്ങിയോണ്ട് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പോകുന്നതായിട്ടല്ല, നമ്മുടെ പാവങ്ങളെ കഴുകിക്കളയുവാൻ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ് സ്നാനം എന്ന് പറയും. ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല. അദ്ദേഹം പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന വിവിശതയിൽ ദൈവാലയത്തിൽ ചെന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ദർശനം ഉണ്ടായി. അദ്ദേഹത്തോട് കർത്താവ് നേരിട്ട് സംസാരിക്കുന്നു. കർത്താവ് പറയുന്നു, നീ യെരൂശലേം വിട്ട് പോകണം, ജാതിയുടെ ഇടയിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അവിടെ കർത്താവുമായിട്ടുള്ള ആ ദർശനത്തിൽ പൗലോസിന്റെ ഒരു കോൺവെർസേഷനാണ് നമ്മൾ താഴോട്ട് നമ്മൾ വായിക്കുന്നത്. അവിടെ പറയുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞു, നീ പിന്നെ അതിൻ്റെ 18-ാമത്തെ വാക്യം ദൈവം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വായിച്ചാൽ, ഒരു വിവിധതയിലായി അവനെ കണ്ടു, നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടു പോക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട്. കർത്താവ് പറഞ്ഞു, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷി യെരൂശലേമിൽ ആരും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് മാത്രമല്ല, കർത്താവിന് അറിയാം പൗലോസിന്റെ ജീവൻ അപകടത്തിലാവും. അങ്ങനെ നമ്മൾ പുസ്തകത്തിൽ വായിച്ച മനസ്സിലായല്ലോ, അദ്ദേഹത്തിനെ പലവട്ടം യഹൂദന്മാർ കൊല്ലാൻ പോയി. അവനെ പിന്നെ യെരൂശലേമിൽ വെച്ച് വന്നു, പിന്നെ തിരിച്ചു പുള്ളി തർസോസിലേക്ക് മടങ്ങി വന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇവിടെ കർത്താവിന് നമ്മുടെ കാര്യങ്ങളെ മുന്നമേ അറിയുന്ന കർത്താവാണ്, മുന്നറിവുള്ള കർത്താവ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് കർത്താവിൻ്റെ ഫോർ നോളജിൽ, മുന്നറിവിൽ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്.
നീ ഇനി എത്ര സാക്ഷ്യം പറഞ്ഞാലും അത് കൈക്കൊള്ളത്തില്ല. പക്ഷേ പൗലോസ് കർത്താവിനെ ഒന്നുകൂടെ അതിനെ ഒരു ഒപ്പോസ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ പൗലോസ് ഒരു ന്യായമായ കാര്യം പറയുകയാണ്, അങ്ങനല്ല കർത്താവെ, ഞാൻ ഇവിടെ യഹൂദന്മാരുടെ ഇടയിൽ അവരെ അടിക്കുകയും ഇടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സ്തെഫാനോസിന്റെ രക്തസാക്ഷി സമയത്ത് ഞാൻ അവനെ കൊല്ലുന്ന സമയത്ത് ആ കൊലയാളികളുടെ വസ്ത്രമൊക്കെ കാത്തുകൂടി ഞാൻ നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ള യഹൂദന്മാർക്കല്ല എന്നെ പറ്റി അറിയാം, ഞാൻ ഇങ്ങനെ ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാനസാന്തരപ്പെട്ട് വന്ന വിവരമൊക്കെ ഞാൻ അവരെ ധരിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അത് കൈക്കൊള്ളും എന്നായിരുന്നു പൗലോസിന്റെ ന്യായമായ ഒരു വാദം കർത്താവുമായിട്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ പോകാം, ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കലേക്ക് അയക്കും. ഈ ജാതി എന്ന് കേൾക്കുമ്പോൾ യഹൂദന്മാർക്ക് കലിപ്പ, അവർക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പുറജാതി, ആ വിജാതിയന്മാരുടെ പേര് കേട്ട അപ്പോഴത്തേക്ക് ഇവരവിടെ വരെ പറയാൻ അനുവദിച്ചോളൂ. ജാതി എന്ന് കേട്ടപ്പം അവിടെയുള്ള ഇവര് ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. ജാതികൾ എന്ന് കേട്ടപ്പോൾ എന്ന് പറഞ്ഞാൽ ജാതികളുടെ രക്ഷയിലേക്ക് വരില്ലേ, കാരണം ഞങ്ങൾക്കാണ് ഈ സ്വർഗം വെച്ചിരിക്കുന്നത്, വേറെ ആരും ഇതിനകത്ത് വരല്ലേ. നമ്മുടെ ഇതാണല്ലോ, നമ്മളും സുവിശേഷം നമുക്ക് എല്ലാവരോടും പറയാൻ ഉള്ള താല്പര്യം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുന്നത് ഇനി ആരും ഇതിനകത്തോട്ട് വരണ്ട എന്നുള്ള ചിന്ത കൊണ്ടാണോ എന്ന് അറിയത്തില്ല. പലപ്പോഴും ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പിന്നെ ജാതികൾ കേട്ടപ്പോൾ അവരിളകാനിടയായി. ജാതികളൊന്നും അങ്ങനെ രക്ഷയിലേക്കൊന്നും വരണ്ട, ഇത് ഞങ്ങളുടെ പിതൃസ്വത്താണ്, ഞങ്ങൾക്ക് വാക്തത്വം ചെയ്തതാണ്, പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതാണ്. ഇനി അങ്ങനെയൊന്നും ജാതികളൊന്നും ഇതിനകത്തോട്ട് വരണ്ട എന്നുള്ള ഒരു രീതിയിലേക്കാണ് ജനമെല്ലാം കൂടെ ഇളകിയിട്ട് പറഞ്ഞ് കൊന്നുകളയുക എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇവിടെ വലിയ പൗലോസിന്റെ മെസ്സേജിന് അവർ റെസ്പോണ്ട് ചെയ്യുന്നു. അവരെല്ലാം കൂടെ ഇളകി വസ്ത്രം കീറി പൂഴി വാരി മേലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ സഹസ്രാധിപന് ഈ ഇവര് എബ്രായ ഭാഷ സംസാരിച്ച കാര്യങ്ങളൊന്നും ഈ പുള്ളിക്ക് മനസ്സിലായില്ല. ഈ സഹസ്രാധിപൻ അതുകൊണ്ട് ഇതിന്റെ ന്യായമായ കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ ഒരു ധാരണ കിട്ടാത്തത് കൊണ്ട് ഈ അദ്ദേഹം വിചാരിച്ചെന്നവന് 2 അടി കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ശരിക്ക് അടിക്കുന്നു. നമുക്കറിയാം ഇവരുടെ കയ്യിലുള്ള ചാട്ടയുടെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ എല്ലിൻ കഷ്ണവും ലോഹ കഷ്ണങ്ങളുടെ കൂട്ടിക്കെട്ടിയതാ ഇത് ഈ ചാട്ടയെന്ന് പറയുന്നത്. അതുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ശരീരം മുഴുവൻ മുറിവേറ്റ് ഒരുപക്ഷെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. മരിച്ചിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി പേര് ഈ അടി കൊണ്ട് മരിച്ചു പോകുവാൻ ഈ ചമ്മട്ടി കൊണ്ടുള്ള അടി കൊണ്ട് മരിച്ചുപോയ അനേക പ്രിയപ്പെട്ടവരാണ്. അങ്ങനെ പൗലോസിനെ വാറുകൊണ്ട് കെട്ടാനായിട്ട് ശതാധിപനും ശ്രമിക്കുമ്പോൾ പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ തൻ്റെ സിറ്റിസൺഷിപ്പിനെ പൗലോസ് വെളിപ്പെടുത്താനുള്ള ഒരു കാരണം. അതാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ദൈവം ചില കാര്യങ്ങൾ, നമ്മുടെ അവകാശങ്ങൾ നമ്മൾ റൈറ്റ് ടൈമിന് പറയുക എന്നുള്ളതാണ്. പൗലോസ് ഇവിടെ തൻ്റെ റോമൻ പൗരത്വം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം കൂടെയാണ്. അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 25-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചാൽ. റോമാ പൗരം കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപതിനോട്, റോമാ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നത്തെ നിയമം അനുസരിച്ച് റോമൻ പൗരനെ അടിക്കാൻ പാടില്ല, വിചാരണ ചെയ്യാതെ അടിക്കുന്നത് ശരിയല്ല. അപ്പൊ ഇവർക്ക് അറിയത്തില്ല റോമൻ പൗരനാണ്. അതുകൊണ്ട് അവരെ അടിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ പൗലോസ് തൻ്റെ സിറ്റിസൺഷിപ്പിനെ അവർക്ക് റിവീൽ ചെയ്യുകയാണ്, അവർക്ക് വെളിപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, ഗവൺമെന്റ് പ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് ന്യായമായി ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നീതി കർത്താവ്, നമുക്ക് നീതിമാനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ന്യായമായ കാര്യങ്ങളെ ഒക്കെ കർത്താവിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ നമുക്ക് കർത്താവിൽ നിന്ന് ആണ് ഏറ്റവും നമുക്ക് നീതിയായിട്ട് ലഭിക്കേണ്ടത്, മനുഷ്യൻ എന്നല്ല. കർത്താവ് തക്ക സമയത്ത് നമ്മളോട് കരുണയുള്ളവൻ നീതിമാനുമായതുകൊണ്ട് അവൻ നമ്മുടെ മേൽ ഒരു നീതി ചെയ്യുവാൻ ഇടയായിത്തീരും. അവിടെ അവർ തമ്മിലൊരു കോൺവെർസേഷനാണ്. ആ കാലഘട്ടത്തിൽ റോമാ പൗരത്വം എന്ന് പറയുന്നത് ഒരുപാട് പൈസ കൊടുത്താണ് സിറ്റിസൺഷിപ്പ് എടുത്തത്. പൗലോസിനോട് ചോദിക്കുകയാണോ, നീ റോം പൗരനാണോ? ഞാനിത് ഒരുപാട് പൈസ കൊടുത്താണ് ഈ സിറ്റിസൺഷിപ്പ് മേടിച്ചത്. പൗലോസ് പറയുന്നത്, ഞാൻ അതൊന്നുമല്ല, ഞാൻ അങ്ങനെ ജനിച്ചു വളർന്നവനാണ്. അത് കേട്ടപ്പോൾ ഭയങ്കരമായി ഇവർ ഭയപ്പെട്ടു പോയി. റോമ പൗരനാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പിന്മാറി.
അവന് എങ്ങനെയെങ്കിലും ഇനി കാര്യങ്ങൾ അവരെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോയെന്നവർക്ക് മനസ്സിലായി. ഇതുവരെ അടിച്ചതും ചങ്ങലയിട്ടതും എല്ലാം ഭയങ്കര പ്രശ്നം. ഇതുവര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഇവരുടെ തന്നെ ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തുകൂടാ. ആ നിയമം അവർക്ക് അനുശാസിക്കാത്തത് കൊണ്ട് അവർ ഭയപ്പെട്ട് പിന്മാറി. അവിടെ അവിടെ ഒരു പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് പറഞ്ഞു കാണും, നിന്റെ സിറ്റിസൺഷിപ്പ് ഇവിടെ വെളിപ്പെടുത്തുക. ഫിലിപ്പിയ കാരാഗൃഹത്തിലും പൗലോസ് ലാസ്റ്റ് ടൈമിനാണ്, കരാർ റോമയുടെ മാനസാന്തരത്തിന് ശേഷമാണ് സിറ്റിസൺഷിപ്പ് വെളിപ്പെടുത്തുന്നത്. ഇവിടെയും തൻ്റെ പൗരത്വം വെളിപ്പെടുത്തുമ്പോൾ അവർ പിന്മാറുന്നു. തുടർന്ന് ഇവര് പൗലോസിനെ സന്നിഹിതരി സംഘത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. മതപുരോഹിതന്മാർ മഹാപുരോഹിതന്റെ അടുത്തും ഒക്കെ ഏൽപ്പിച്ചിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഇവർക്ക് ഈ സഹസ്രാധിപനെ, ഈ കമാൻഡർക്ക് ലഭിക്കാത്തത് കൊണ്ട് അവര് യഹൂദന്മാരുടെ മഹാപുരോഹിതനെ ഏൽപ്പിക്കുകയും അവരുടെ അടുത്തേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് തുടർന്ന് ഉള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ അതിപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ പൗലോസിന്റെ സാക്ഷ്യത്തിൽ കൂടെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു, ഈ ഭാഗം ഇവിടെ നിർത്തുന്നു. പൗലോസിന്റെ സാക്ഷ്യത്തിൽ കൂടെ കേട്ട അതിപ്രധാനമായ കാര്യങ്ങളെ നമ്മൾ പലപ്പോഴും ഓർക്കുക. അന്യാസ് ഒരു സാക്ഷിയായതുപോലെ പൗലോസിനെ കുറിച്ചുള്ള എന്താണ് ദൈവത്തിന്റെ പദ്ധതി, അത് നമ്മുടെ ജീവിതത്തിലും അതും പ്രായോഗികമാക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നു. തുടർന്ന് നമ്മൾ അടുത്ത വരും ദിവസങ്ങളിൽ അദ്ദേഹം ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന കാര്യങ്ങളും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് അടുത്ത ആഴ്ചകളിൽ ചിന്തിപ്പാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുറന്ന ഭാഗങ്ങൾ 23 24 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചാൽ നമുക്കത് എളുപ്പം മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിച്ചാൽ പൗലോസിന്റെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ കുറെ കൂടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാൻ ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ചിലപ്പോൾ വചനങ്ങൾ പറയുവാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തി. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എല്ലാവരുടെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.